ഇരുന്ന ജനറൽ സെക്രട്ടറിയായും പണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴും 12 കേസുകളിൽ ശ്രീധരൻപിള്ളയെ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി വെച്ചിട്ടുണ്ട്. നിഷേധിക്കാമോ? ഞാൻ ബി.ജെ.പിയുടെ ചുമതല ജനറൽ സെക്രട്ടറിയോ ജില്ലാ പ്രസിഡന്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ ആകാതിരുന്ന പാർട്ടി ചുമതലയില്ലാത്ത ഒരു കാലഘട്ടം എനിക്കുണ്ടായിട്ടില്ല. രണ്ടും ഞാൻ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആളാണ്. CPM-കാരനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ലേ? ചന്ദ്രശേഖരൻ വനത്തിൽ ഞാൻ വക്കാലത്തേക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ വക്കാലത്തുമായി വന്ന CPM-ന്റെ തീരുമാനവും MLA-യും ഇല്ലേ? നിഷേധിക്കാമോ? എന്തിനധികം പറയുന്നു? ഞാൻ മന്ത്രിമാരുടെ പേര് പറയുന്നില്ല. കേരള നിയമസഭയിൽ കെ എം മാണിക്കെതിരായിട്ട് അക്രമം അരങ്ങേറിയ സംഭവം ഉണ്ടായപ്പോൾ എന്റെ നിലപാട് വളരെ വ്യക്തമായിട്ടും CPM-നെതിരായിരുന്നു. ഞാൻ അന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ CPM-ന് ഒരു സ്വകാര്യ അന്യായം കൊടുക്കണം. ആ നിയമപ്രശ്നം വന്നപ്പോൾ സ്പീക്കറുടെ പെർമിഷൻ വേണം. സ്പീക്കറുടെ പെർമിഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഈ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക്, ഇത് സത്യം. ബന്ധപ്പെട്ട CPM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗമായ ഒരു പ്രമുഖൻ ശ്രീധരൻപിള്ളയെ വിളിച്ചാണ് കൺസൾട്ട് ചെയ്തത്. ഞാനാണ് പറഞ്ഞത് മണിപ്പൂരിലെ കേസുണ്ട്, മണിപ്പൂർ കേസിലെ വിധി ഇന്നതാണ്, ആ വിധി പ്രകാരം സ്പീക്കറുടെ അനുമതി ഇല്ലാതെ ചെയ്യാം. പണ്ടത്തെ അവരുടെ പാർട്ടിക്കാരനായ ബാബു, ബാബു പത്രപ്രവർത്തകൻ അകത്ത് കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ വൈക്കം പുരുഷോത്തമന്റെ കേസ്, RS ബാബു, ഇതുൾപ്പെടെയുള്ള കാര്യം ഞാൻ പറഞ്ഞു ആ ഒരു വനിതയുടെ കയ്യിൽ തൊട്ടപ്പോൾ വനിതയ്ക്ക് എന്ത് ഫീലിംഗ് ഉണ്ടായി എന്നുള്ളത് അവരെ അപമാനിക്കലാൻ തോന്നിയാൽ ഇറ്റ് വുഡ് കം അണ്ടർ ദി ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് വന്നാൽ സ്പീക്കറുടെ അനുമതി ആവശ്യമില്ല എന്ന് ഞാൻ പഠിച്ച അനുഭവം കൊടുത്തത്. ഞാൻ ആ മന്ത്രിയുടെ പേരൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ BJP-കാരാണോ? BJP-യുടെ നിലപാടിന് അനുകൂലമായിട്ടാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയം നോക്കിയാണ് പറഞ്ഞത്. ലീഗലായിട്ട് വരുന്ന കാര്യത്തിൽ പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തിയ പാർട്ടിയാണ് CPM. SFI ഞാനിത് പറഞ്ഞു വരട്ടെ. ഇപ്പൊ ഇന്നത്തെ വലിയൊരു ന്യൂസ് ആകുന്നല്ലോ. ആ വാർത്ത എന്തുകൊണ്ടാണെന്ന് പറയാൻ വേണ്ടിയാണ് വരുന്നത്. SFI-യുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ നേതാക്കന്മാർ 307 പ്രതിയായി. അവർക്ക് ഒരിക്കലും എക്സാമിന് എഴുതാൻ പറ്റില്ല, സസ്പെൻഷനിലായി. എന്ത് ചെയ്യണം? ശ്രീധരൻപിള്ള സാർ പോയാല് ഹൈക്കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ കിട്ടും എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്ന്, ഞാനൊരു 5 പൈസ വാങ്ങിയിട്ടില്ല. ഞാൻ അവിടെ പോയി SFI-യുടെ ഉന്നതന്മാരായ നേതാക്കന്മാർക്ക് ആ കോടതിയിൽ പോയി. അപ്പൊ ജഡ്ജിന്റെ മുഖത്തേക്ക് നോക്കി, ഇന്നത്തെ SFI, നാളെ ABVP, ഇതൊന്നും ആഫ്റ്റർ ഓൾ. അവസാനം കോടതി അവർക്ക് കൊടുത്തിട്ട് ഞാനത് വാങ്ങിക്കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പരീക്ഷ എഴുതിയത്.